അങ്ങനെ രാജസ്ഥാൻ അടുത്തൊരു മത്സരം കൂടി ജയിച്ചിരിക്കുകയാണ്. ഈ IPL-ൽ ഇതുവരെ രാജസ്ഥാൻ ഒരു കളി പോലും തോറ്റിട്ടില്ല. ഇന്ന് RCB മികച്ച പ്രകടനം പുറത്തെടുത്തു. എന്നിട്ടും RCBക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. കോഹ്ലി ഇന്ന് 113 റൺസാണ് ഒറ്റയ്ക്ക് അടിച്ചുകൂട്ടിയത്. എന്നിട്ടും RCB കളി തോറ്റു. ഇന്ന് RCB തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ ഡുപ്ലസി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. RCB അവർക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. സഞ്ജുവും ബട്ട്ലറും അടിച്ചു കളിച്ചു. ഇതോടുകൂടി RCB ചാരമായി. ഇന്ന് RCB കളി തോറ്റ ശേഷം ഡുപ്ലസി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളിന്ന് കളി ജയിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു. അതുപോലത്തെ പ്രകടനമാണ് ഞങ്ങളിന്ന് കാഴ്ചവെച്ചത്. കോഹ്ലി നല്ല കളി പുറത്തെടുത്തു. എന്നിട്ടും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഒരു 200+ റൺസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിന്ന് കളി ജയിച്ചേനെ. പക്ഷേ രാജസ്ഥാൻ ടീം മികച്ചവരാണ്. അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. സഞ്ജുവും ബട്ട്ലറും ഇന്ന് മികച്ച രീതിയിൽ കളിച്ചു. അതാണ് ഞങ്ങൾക്ക് പണിയായത്. ഞങ്ങളുടെ ബൗളേഴ്സ് ഇന്ന് മോശം പ്രകടനമാണ് പുറത്തെടുത്തത്. അവരുടെ വിക്കറ്റുകൾ വേണ്ട സമയത്ത് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഡുപ്ലസി വ്യക്തമാക്കി. RCB ആരാധകർ നിരാശയിലാണ്. വീണ്ടും അടുത്തൊരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ്. കോഹ്ലി ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടും RCBക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇതിൽ കൂടുതൽ ഇനി കോഹ്ലി എന്ത് ചെയ്യണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം തന്നെ രാജസ്ഥാൻ ഇന്ന് അടുപ്പിച്ച് 4ാമത്തെ മത്സരമാണ് ജയിച്ചിരിക്കുന്നത്. ജയ്സ്വാള് ഔട്ടായിട്ടും സഞ്ജു ടീമിനെ താങ്ങി നിർത്തി. സഞ്ജുവും ബട്ട്ലറും കൂടിയാണ് രാജസ്ഥാന് വിജയം സമ്മാനിച്ചത്. എന്തായാലും രാജസ്ഥാൻ മികച്ച ഫോമിലാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.